ഗംഗയുടെ ബർത്ത്ഡേയും ഇന്നല്ലേ അമ്മേ? അതെ, ഇന്ന് തന്നെയാണല്ലോ. ഇതെന്താ ഇങ്ങനെ? ഇന്ന് ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം നീ എന്താ പറയാതിരുന്നേ? പോയി, എല്ലാം തൊലഞ്ഞു. മറന്നു പോയതാണെന്ന് കള്ളം പറയാൻ നോക്കണ്ട. ആരും സ്വന്തം ബർത്ത്ഡേ മറക്കാറില്ലല്ലോ. ഇഷ്ടായോ? ആനന്ദിന്റെ സെലക്ഷനോ? ഇഷ്ടമായി ആന്റി. എങ്ങനെയുണ്ട് ആനന്ദ്? ഇതാണ് ഗംഗ, പരാജയത്തെ ജയമാക്കി മാറ്റുന്നവൾ. ഇനി കുറച്ചു കഴിഞ്ഞ് കല്യാണിയുടെ സ്പെഷ്യൽ സദ്യ. നീ തൃച്ചംബരത്ത് നിന്ന് എന്നേക്കുമായി പുറത്താകുന്ന നാളുകൾ അടുത്തു. തൃച്ചംബരത്ത് നിന്ന് പുറത്താകാൻ പോകുന്നത് ഞാനാണോ അതോ അടുക്കളക്കാരി കല്യാണിയാണോ എന്ന് കാത്തിരുന്ന് കണ്ടോ നീ? കാണാം. അതല്ല ആയുധമെങ്കിൽ ആയുധമെടുക്കും ഗംഗ. തൃച്ചംബരത്തിന്റെ സർവനാശമാണ് എന്റെ ലക്ഷ്യം. ഗംഗേ, അവരൊട്ടും പിന്നിലല്ല. അടുക്കളക്കാരിയുടെ പിഴച്ച ജന്മത്തെ തൃച്ചംബരത്തെ ആഘോഷമാക്കി മാറ്റിയത് ചില്ലറ കാര്യമല്ല. സത്യത്തിൽ അത് കണ്ടപ്പോ എനിക്ക് തൊലി ഉരിഞ്ഞുപോയി. യഥാർത്ഥത്തിൽ വിജയം അവർക്കായിരുന്നു ആന്റി. തൃച്ചംബരത്തെ മൂത്ത മരുമകളായ ഞാൻ നിന്നപ്പോ വേലക്കാരിക്ക് ജന്മദിനാഘോഷം. അതല്ലേ ഏറ്റവും വലിയ തോൽവി. തോറ്റു എന്ന് സ്വയം പ്രഖ്യാപിച്ച ഭാവമായിരുന്നു അവൾക്ക്. അമ്മയെ ചതിച്ച് തൃച്ചംബരത്ത് കയറിയവളാ. പക്ഷേ ഇന്നമ്മ കല്യാണിയുടെ പിറന്നാൾ ഒരു ആഘോഷമാക്കിയപ്പോ അവളിൽ നിന്ന് ഉരുകയായിരുന്നു. അമ്മ ഇതിന് സമ്മതിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല ബ്രോ. അല്ല, ഇനി അമ്മയ്ക്ക് കല്യാണിയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടാവൂ? നിങ്ങളെല്ലാം കൂടി ചെന്ന് പറഞ്ഞപ്പോ ആന്റി പിറന്നാൾ ആഘോഷത്തിന് അങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ആറ്റിറ്റ്യൂഡിലൊന്നും ഒരു മാറ്റം വരില്ല. ജാതകമെന്ന അതേ ആയുധം എടുത്ത് തന്നെ തിരിച്ചു പ്രയോഗിക്കുന്ന കരുതിയത്. പക്ഷേ അതിലും പരാജയപ്പെട്ടു. അതെ, ഒരു ഡയമണ്ട് റിംഗ് കൂടിയും പോയത് മിച്ചം. ആനന്ദ്, കല്യാണം അടുക്കുന്നു. ലക്ഷ്യമെടുക്കുമ്പോ ഓട്ടത്തിന്റെ വേഗം കൂട്ടണമെന്ന നിയമം. അതെ ബ്രോ, ആ ഗംഗ ആരാണെന്ന് കണ്ടെത്തി അമ്മയെ കൊണ്ട് തന്നെ അവളെ അടിച്ച് പുറത്താക്കണം. ഒന്നും പറ്റില്ലെങ്കിൽ അവളെ അങ്ങ് തീർക്കണം. ഹൃദയം എന്തു പറ്റിയാകില്ലേ? നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഈയിടെയായി
കണ്ണടച്ചാൽ കാണുന്നതെല്ലാം ദുസ്വപ്നങ്ങളാ, ഭീതിപ്പെടുത്തുന്ന രൂപങ്ങൾ. വെള്ള പുതപ്പിച്ച് കിടത്തിയ ശവശരീരങ്ങൾ ആരോ തൃച്ചംബരത്തേക്ക് കൊണ്ടുവരുന്നത് പോലെ. നമ്മൾ അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ. ഒരുതരം ഭീതി തോന്നുന്നു കൃഷ്ണേട്ടാ. അതബദ്ധം. ശ്രീചക്രം സ്ഥാപിച്ചിട്ട് മതി ഇനി ഇവിടെ താമസം. ശരി, ആയിക്കോട്ടെ. അത് നല്ല തീരുമാനമാണ്. ഇളയച്ചനും കഴിഞ്ഞ ദിവസം വന്ന സൗമ്യയും ഇത് തന്നെയാണ് പറഞ്ഞത്. സന്തോഷവും സംതൃപ്തിയും സമാധാനവും നൽകുന്ന എന്ത് തീരുമാനവും അംഗീകരിക്കണമെന്നാണ് എന്റെ പക്ഷം. അതുകൊണ്ട് നമുക്ക് തറവാട്ടിലേക്കോ കൊച്ചു തൃച്ചംബരത്തേക്കോ മാറാം. എങ്കിൽ ഇപ്പൊ തന്നെ ഈ കാര്യം എല്ലാവരും അറിയിക്കാം. അഖിലവാ, നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പ്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, എന്തോ ഉണ്ട് ചേച്ചി. നമ്മളറിയാതെ ഈ തൃച്ചംബരത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നിനക്കും അങ്ങനെ തോന്നിയോ? ആ, എന്നിട്ട് നീ എന്താ അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നേ? നന്ദൻ ആത്മഹത്യയും ശ്രമിച്ച വിവരം അഖില അറിഞ്ഞോ? അത് ചേച്ചി ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ. ഇങ്ങനെ ഒരു നാൾ വരുന്നതും കാത്ത ഞാനിരിക്കുന്നത്. ഞാനിത് കുടിക്കാം, പക്ഷേ ബാക്കി എന്റെ കെട്ടിയോള് കുടിക്കണം. അയ്യോ, നിങ്ങളുടെ മുറിയിൽ ഫിറ്റ് ചെയ്യണം. അത് വലിയ മറ്റൊരു വഴിയില്ല കല്യാണി. ഇപ്പോഴാവുമ്പോ മുറികൾ കാണാനെന്ന മട്ടിൽ വേണമെങ്കിലും നിനക്ക് ഗംഗയുടെ മുറിയിൽ പോവാലോ. ശരി, ഇനി തന്നേക്ക്, ഞാൻ വെച്ചേക്കാം. താങ്ക്സ് കല്യാണി. പോട്ടെ. അതെ, ഗംഗ പറഞ്ഞതാണ് ശരി. കല്യാണിയെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഞാനത് പല പ്രാവശ്യം അഖിലേച്ചിയോട് സൂചിപ്പിക്കാൻ നോക്കിയതാ. അപ്പോഴൊക്കെ ഓരോരോ തടസ്സങ്ങളാ. ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ ആന്റി. അതോടെ അവള് ധർമ്മക്കെട്ടും കെട്ടി പോയിക്കോളും. കൊള്ളാം. ഇനിയുള്ള 2 ദിവസങ്ങളും നിർണായക ദിവസങ്ങളാ. ഈ കല്യാണം മുടക്കാനേ ആ അരവിന്ദൻ സുബ്രുവും ആനന്ദിനോടൊപ്പം ചേർന്ന് പണി 18 നോക്കും, അറിയോ? കരുതി വേണം ഇരിക്കാൻ. തൂണിനും തുരുമ്പിനും വരെ കണ്ണും കാതും ഉണ്ടാവും. കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്നെടുത്താ മതി. ഒരു പ്രാവശ്യം കൂടി സ്റ്റെയർ കയറിയെന്ന് കരുതി നിന്റെ ധർമ്മ കല്യാണമൊന്നും മുടങ്ങാൻ പോകുന്നില്ല. എടി, നിന്നോടല്ലേ പറഞ്ഞേ കപ്പ് പിന്നെ വന്ന് എടുത്താ മതിന്ന്. പോയിക്കോ. പോകാൻ.
പറ്റി? നിനക്കെന്തോ ഒരു ഭാവമാറ്റം. അത് വേറൊന്നുമല്ല കൃഷ്ണേട്ടാ. ഇളയച്ചൻ പറഞ്ഞതുപോലെ വീടൊക്കെ മാറിയിട്ടും ഉള്ളിൽ എന്തോ ഒരു സങ്കടം കെട്ടിക്കിടക്കുന്നത് പോലെ. എന്താകില്ല ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാണ്. തൃച്ചംബരത്തെ കല്യാണമാണ്, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. എല്ലായിടത്തും നിന്റെ കണ്ണെത്തണം, അതാ അതിന്റെ ഒരു നിറവ്. അതിനെങ്ങനെ വിഷമിച്ചിരുന്ന അങ്ങനെ? നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം പഴയ ഓർമ്മകളാണ്. ചില ഓർമ്മകൾ അത് നോവ് തരുന്നതാണെങ്കിൽ അങ്ങ് മറന്നേക്കണം, മാച്ചേക്കണം മനസ്സിൽ നിന്ന്. അതല്ല കൃഷ്ണേട്ടാ, എവിടെയോ എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ ഒരു തോന്നൽ. കൃഷ്ണേട്ടൻ അറിയാലോ, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോ എന്താകലേത് കൂൾ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാം, അപ്പോഴേ മൂഡ് ഓഫ് ഒക്കെ അങ്ങ് മാറും. വാഖില വരാൻ. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളൂ എന്തോ ആപത്ത് വരാൻ പോകുന്നു. ദൈവമേ, ഇനി എന്തൊക്കെയാണോ വരാനിരിക്കുന്നത്? എന്ത് വരാൻ അഖിലെ? അവർക്ക് അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ. അതിനെ മറ്റൊന്നുമായി കൂട്ടിക്കെട്ടി ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. അതല്ല കൃഷ്ണേട്ടാ. എന്തല്ലാന്ന് അഖിലെ, ഞാൻ പറഞ്ഞതാണ് ശരി. ഓരോ സെക്കൻഡിലും ലോകത്ത് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ സിദ്ധാർത്ഥൻ മരണത്തിന്റെ പരിഹാരം തേടി ഇറങ്ങിയതുപോലെയാണ്. കൃഷ്ണേട്ടാ, ഒന്നുമില്ല. അരവിന്ദ്, അച്ഛാ, ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. പിന്നെ മരണം സംഭവിച്ച കുടുംബത്തിന് എന്ത് സഹായം വേണ്ട? അഖിലാണ്ടേശ്വരി, അവിടെ ആലോചിക്കുമ്പോ ഞാനത് ഇവിടെ പ്രവർത്തിച്ചു. അതൊക്കെ പോട്ടെ, കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? തൃച്ചംബരത്തെ കല്യാണമല്ലേ, ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. മാമാങ്കം തോൽക്കുന്ന ഒരുക്കമായിരിക്കും അല്ലേ? ഹലോ, എന്താ ഗംഗ ഒരു മൗനം? കല്യാണം അടുക്കും തോറും ഭയം തോന്നുന്നു. എല്ലാം അവസാനിപ്പിച്ച് മടങ്ങിയാലോന്നൊരു തോന്നല്. ഗംഗെ, നിനക്കിത് എന്തു പറ്റി? കൂൾ. നിന്നൊന്ന് കാണണം ഇന്ന് തന്നെ 7 മണിക്ക് മൂൺ ലൈറ്റ് റെസ്റ്റോറന്റ്. എന്താ എത്തില്ലേ? ശരി പ്രിയങ്കെ, ഞാൻ ഷാർപ്പ് 7 മണിക്ക് തന്നെ മൂൺലൈറ്റ് റെസ്റ്റോറന്റിലെത്താം. നശിപ്പിച്ചു. പേര് കേൾക്കാൻ പറ്റിയില്ല, അതിനിടയിൽ ഈ നശിച്ച സാധനം. ഹലോ ഡാർലിംഗ്, നീ എന്താ ഫോണിൽ? യു ഗെറ്റിംഗ് ലേറ്റ്. ഇതെവിടെയാ? എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണമെന്നറിയോ? ഡോണ്ട് വറി, ഞാൻ നിന്റെ കണ്ണെത്തും ദൂരത്തുണ്ട്. കണ്ണെത്തും ദൂരത്തോ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. നീ എന്താ മായാവിയാണോ? മായാവിയും മാങ്ങാത്തൊലിയൊന്നും അല്ല. ദേ, ഇപ്പൊ ഞാൻ നിന്റെ കൈയെത്തും ദൂരത്ത് എത്തിയിട്ടുണ്ട്. യു കെൻ സീ മീ നൗ. ഹായ്. ഹായ്. ദാ ഇവിടെ വച്ച് ഞാൻ നിനക്കൊരു വാക്ക് തരുന്നു. എനിക്ക് നഷ്ടപ്പെട്ട ആനന്ദിന്റെ താലി നിനക്കും നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞാൻ തൃച്ചംബരത്തുള്ളവരുടെ ജീവൻ എടുത്തിരിക്കും. തകർക്കും ഞാൻ ആ കുടുംബത്തിലെ ഓരോ പുൽത്തകടിയെയും. ഒരാൾക്കും പ്രിയങ്ക അതിൽ നിന്ന് തടയാനാവില്ല. ഒരാൾക്കും. ഒരുമിച്ച് കണ്ടാകെ കുഴപ്പമില്ല.
ഗംഗേ ദേ, ആനന്ദ് ഇങ്ങോട്ട് വരുന്നുണ്ട്. വാട്ട്? ആനന്ദോ? സത്യാണ് ഈ പറയുന്നത്? അതെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ ഇവിടെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. ഞാൻ ആനന്ദിന്റെ കണ്ണിപ്പെടാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാം. ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നാ മതി. ഞാൻ സ്കോട്ട് ചെയ്തോളാം. ഐ വിൽ ക്യാച്ച് യു ലേറ്റർ. ഓക്കെ? അല്ല, ഇതെന്താ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പോഴേ 2 സൂപ്പിന് ഓർഡർ ചെയ്തത്? ആ അത് ഞാൻ വന്നിരുന്നപ്പോ അയാൾ ഓർഡർ എടുക്കാൻ വന്നു. ഓ, അപ്പൊ ഞാൻ 2 സൂപ്പ് ഓർഡർ ചെയ്തിട്ട് എന്റെ ഫ്രണ്ട് വരുമ്പോ കൊണ്ടുവന്നാ മതിയെന്ന് പറഞ്ഞു. നല്ല സൂപ്പ്. ആനന്ദൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു പ്ലീസ്. ഏയ് വേണ്ട, താൻ ഓർഡർ ചെയ്ത് ഞാൻ കഴിച്ചാൽ ശരിയാവില്ല. ഓ, ഹലോ, എക്സ്ക്യൂസ് മീ. തിരികെ കിട്ടിയതാ. അറിയാലോ, ഈ കമ്മലിടുമ്പോ എന്റെ മനസ്സറിയാവുന്ന ആരോ കൂടെ ഉണ്ടെന്നൊരു തോന്നല. അമ്മ കൂടെ ഉണ്ടെന്നൊരു തോന്നല്. ആ തോന്നല് തരുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, അത് പറഞ്ഞാ മനസ്സിലാവില്ല, അനുഭവിച്ചറിയണം. ഏയ്, എന്താ കെട്ടിയോളെ ഇത്? ഈ ഞാനില്ലേ നിന്റെ കൂടെ? ആ, ഞാനേ മാഡത്തിന്റെ അടുത്തേക്ക് ചെന്ന് കാര്യം എന്താണെന്ന് തിരക്കട്ടെ. ശരി. ആനന്ദ് കൃത്യസമയത്ത് ആ റെസ്റ്റോറന്റിൽ എത്തിയത് എങ്ങനെയാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. യാദൃശ്ചികമായിട്ട് സംഭവിച്ചതായിരിക്കോ? ഏയ്, അതോ എന്നെ ഫോളോ ചെയ്തു വന്നതോ? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആനന്ദ് ആ സമയത്ത് തന്നെ അവിടെ എത്തിയത് വെറും യാദർശികമാകാൻ ഒരു വഴിയുമില്ല. ഇനി ഗംഗയെ ഫോളോ ചെയ്ത് വന്നതായിരിക്കും. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ആനന്ദ് ആവും വിധം തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു. ഞാനത് വളരെ ബ്രില്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഗുഡ്. എന്നാലും ആ സമയം നോക്കി ആനന്ദ് അവിടെ എങ്ങനെ വന്നു എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അതാ എനിക്കും ഡൗട്ട്. അതൊരിക്കലും യാദൃശ്ചികമാണെന്ന് കരുതരുത്. നീ എന്നെ കാണാൻ വരുന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? അതോ എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോ ആരെങ്കിലും അരികിലുണ്ടായിരുന്നോ? ഗംഗെ, ആ റൂമിൽ നീ നിൽക്കുന്നിടത്ത് നിന്റെ സംസാരം റെക്കോർഡ് ചെയ്യാൻ എന്തോ ഒരു ഉപകരണം വച്ചിട്ടുണ്ട്. അതിന്റെ ഡിസ്റ്റർബൻസ് ആയത്. റെക്കോർഡ് ചെയ്യുന്ന സാധനോ എന്റെ റൂമിലോ? അതെ, ഒരു സംശയവും വേണ്ട. നീ നിൽക്കുന്നിടത്ത് തന്നെയുണ്ട്. പെട്ടെന്ന് അത് കണ്ടുപിടിക്ക. ആ, വേഗം. ഓക്കെ ഓക്കെ, ലൈനിൽ തന്നെ ഇരുന്നോ, ഞാൻ നോക്കട്ടെ.
ഇങ്ങിതാ ആന്റിക്ക് വേണ്ടെങ്കിൽ വേണ്ട. വേണോ? അരവിന്ദ്, മഹേശ്വരിയും നാരായണനും ഒക്കെ എത്തില്ലേ? നേരത്തെ എത്താൻ പറയണം. ആ എത്തും. ചില തൊഴിലാളി പ്രശ്നങ്ങൾ കാരണം ബിസിനസ് മീറ്റ് ഒക്കെ മാറ്റി വെച്ചിരിക്കുന്ന നന്ദന പറഞ്ഞു. സഹദേവന്റെ കാര്യവും അതെ. ഇനി ഒരർത്ഥത്തിൽ നോക്കിയാൽ ഫോറിൻ ബിസിനസ് ഒക്കെ അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. ഈ മൈക്ക് വെച്ചത് ആരാണെന്ന് എനിക്കറിയണോ ആന്റി? ഇനി അങ്കിള് പറയൂ, എനിക്ക് ഈ വീട്ടിൽ എന്ത് സുരക്ഷയുള്ളത്? ആന്റി, ഇനി എന്റെ ബെഡ്റൂമിലോ ബാത്റൂമിലോ എങ്ങാനും ഒളിക്യാമറ വെച്ചിട്ടുണ്ടോ എന്നാ എന്റെ സംശയം. സ്റ്റോപ്പ് ഇറ്റ്. ഇത് തൃച്ചംബരമാണ്. നിന്റെ മുറിയിൽ മൈക്ക് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയണ ശരിയാണെങ്കിൽ അതാര് ചെയ്താലും പൊറുക്കില്ല ഞാൻ. അത് ചെയ്തത് ആന്റി, ഏതായാലും ആ CCTV ഫുട്ടേജ് എടുക്കുമ്പോ ആരാ മൈക്ക് ഫിറ്റ് ചെയ്തെന്ന് അറിയാലോ. ആദ്യം അതുകൊണ്ട് വരട്ടെ. ഈശ്വര, ആ CCTVയിൽ എന്നെ ഇങ്ങനെ കണ്ടാവും. അതോട് തീർന്നുമില്ല. എന്ത് പരീക്ഷണോ ദേവി. ഭഗവാനേ, വന്ന് ഇതൊരു CBI ഓഫീസ് പോലെ ആയല്ലോ. എവിടെ നോക്കിയാലും ക്യാമറയും കുന്ത്രാണ്ടവും. അയ്യയ്യേ, ഗംഗയുടെ റൂമില് ബദാം നട്ട്സ് ഒരു ടീനിലിട്ട് വെച്ചിരുന്നു. ആളില്ലാത്ത സമയത്ത് അതിൽ നിന്നെടുത്ത് കഴിക്കാനാ ഞാൻ റൂമിൽ പോയത്. അല്ലാതെ മൈക്ക് വെക്കാനൊന്നും അല്ല. എന്നെ ഒന്ന് വിശ്വസിക്കാൻഡി. ഒരു കാര്യം ഉറപ്പാ, ഈ വീട്ടിലുള്ള ആരോ ആണ് ഗംഗയുടെ മുറിയിൽ മൈക്ക് ഫിറ്റ് ചെയ്തത്. ആന്റി, ഞാൻ ബദാം. നിന്റെ ഒരു ബദാം വെച്ചിട്ടുണ്ടടി നിനക്ക് ഞാൻ. ഗംഗ ഒന്ന് പിടിച്ച കല്യാണി. ആന്റി,